മണ്ണമ്പറ്റ വയോജന പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ ഫണ്ട് തടസ്സം. വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ജനപ്രതിനിധികൾ. മണ്ണമ്പറ്റയിൽ ആയുർവേദ ഡിസ്പെൻസറിക്കും ബഡ്സ് സ്കൂളിനും നടുവിലായി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംയുക്ത സംരംഭത്തിൽ നിർമ്മിക്കുന്ന വയോജന പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുന്നതായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശോക് കുമാറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷനും അറിയിച്ചു. പദ്ധതി പൂർത്തിയാകും മുൻപേ തകർന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെയുള്ളതാണെന്നും ഭരണസമിതി വിഷയം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്ന് ആദ്യഘട്ടത്തിൽ അനുവദിച്ച 7 ലക്ഷം രൂപ തികയാതെ വന്നപ്പോൾ 3 ലക്ഷം രൂപ കൂടി അധികം അനുവദിച്ച് ആകെ 10 ലക്ഷം രൂപ ചെലവിട്ടാണ് പാർക്കിന്റെ പ്രാഥമിക പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. മുൻ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച വേളയിൽ ആദ്യഘട്ട നിർമ്മാണത്തിന്റെ പ്രാദേശിക ഉദ്ഘാടനം നടത്തിയിരുന്നുവെങ്കിലും പാർക്കിന്റെ നിർമ്മാണം പൂർണ്ണമായിരുന്നില്ല. തുടർന്ന് തൊട്ടടുത്തുള്ള ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ പാർക്ക് നവീകരിക്കാനായി നിലവിലെ ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപയും ചേർത്ത് 4 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കി പാർക്കിന്റെ നടത്തിപ്പ് ചുമതല മണ്ണമ്പറ്റ ഭാരതി വായനശാലയെ ഏൽപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വാർഡ് മെമ്പർ മുഖേന സഹായ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംയുക്ത സംരംഭം എന്ന രീതിയിൽ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്ക് എന്ന ആശയത്തിന് രൂപം കൊടുത്തത്. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ 2 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തി കഴിഞ്ഞ ഭരണസമിതികളുടെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തതും പ്രാവർത്തികമാക്കിയതും. ഒന്നാം ഘട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആദ്യ വർഷത്തിൽ 7 ലക്ഷം രൂപ വെച്ചുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ പദ്ധതി പൂർത്തിയാക്കാൻ ആ അനുവദിച്ച തുക കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് പിന്നീട് മറ്റൊരു വർഷത്തിൽ 3 ലക്ഷം രൂപ കൂടി അനുവദിച്ച് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഭരണസമിതികൾക്ക് കഴിഞ്ഞിരുന്നു. ഭരണസമിതികളുടെ കാലാവധി കഴിഞ്ഞ നവംബർ മാസം അവസാനത്തോടുകൂടി തീർന്നു പോയപ്പോൾ ആ ഭരണസമിതികൾ അവരുടെ കാലഘട്ടത്തിൽ നടത്തിയ പദ്ധതിയുടെ പൂർത്തീകരണം എന്ന രീതിയിൽ ഒന്നാം ഘട്ട പൂർത്തീകരണം എന്ന നിലയിലുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടിയും അതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. എന്നാൽ പദ്ധതി പൂർണ്ണമായിട്ടും ഒരു വയോജന പാർക്ക് എന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വന്ന ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ ശ്രദ്ധയിൽ ഈ വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപയും ചേർത്ത് 4 ലക്ഷം രൂപ ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പദ്ധതി കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടിയാണ് പാർക്ക് എന്ന രീതിയിലേക്കുള്ള ഒരു ആശയം അവിടെ പൂർത്തീകരിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന A+ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതി വായനശാലയുടെ ചേർന്നാണ് ഈ ആയുർവേദ ഡിസ്പെൻസറിയും ഈ പാർക്കും ബഡ്സ് സ്കൂളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർക്ക് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഭാരതി വായനശാലയ്ക്ക് അതിൻ്റെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല നൽകാമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. മഴക്കാലം വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുമരുകളെല്ലാം വയോജന സൗഹൃദ അന്തരീക്ഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് പെയിൻറ്റിങ് നടത്തിക്കൊണ്ട് NSSൻ്റെ എൻജിനീയറിംഗ് കോളേജ് യൂണിറ്റിന് അവർക്കൊരു പ്രത്യേക പ്രൊജക്റ്റ് എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശമുള്ളതായിട്ടാണ് അവർ പറഞ്ഞത്. ഗ്രാമപഞ്ചായത്തിനെ അവർ ആ നിലയ്ക്കാണ് സമീപിച്ചത്. വാർഡ് മെമ്പർ മുഖേനയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ സേവനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർക്കിന് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനും ഈ വർഷം അനുവദിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ സജ്ജമായ രീതിയിൽ നമുക്ക് ആ പാർക്കിനെ ഉപയോഗപ്പെടുത്താനും കഴിയും. പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പദ്ധതി ആകെ മോശമായി പോയിട്ടുണ്ട് എന്ന രീതിയിലേക്കുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും അത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാനുള്ളത്. എന്നാൽ വർഷത്തിന്റെ പകുതിയോടടുക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫണ്ട് ഒന്നും തന്നെ അനുവദിക്കാത്തതും DPC അംഗീകാരം വാങ്ങി പ്രവൃത്തി ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചതും പദ്ധതിക്ക് ഏറെ തടസ്സമാകുന്നുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശോക് കുമാർ പറഞ്ഞു.
തുക ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന മികച്ചൊരു ഇടമാക്കി പാർക്കിനെ മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ദിവസം മുമ്പേ ഒരു മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു അഭിമുഖം നടത്താൻ ആലോചിച്ചത്. മണ്ണമ്പറ്റ വയോജന പാർക്കുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പേ, ഈ ഭരണസമിതി വരുന്നതിന് മുമ്പേ, ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏതാണ്ട് 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വലിയ പ്രവൃത്തി അതിൽ നടത്തിയതാണ്. വയോജന പാർക്കിൻ്റെ ഈ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് അതിൻ്റെ 1ാം ഘട്ട പ്രവൃത്തിയാണ് നമ്മൾ പൂർത്തിയാക്കിയത്. തുടർന്ന് അത് നന്നായി തൊട്ടപ്പുറത്ത് ഉള്ള ബഡ്സിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൂടി പറ്റുന്ന വിധത്തിൽ തൊട്ടപ്പുറത്ത് വായനശാലയുണ്ട്. നല്ല ഒരു കേന്ദ്രമാണ്, നല്ല അന്തരീക്ഷമാണ്. അത് നന്നായി ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ വീണ്ടും പഞ്ചായത്ത് 2 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപയും വെച്ചുകൊണ്ട് നമ്മൾ അത് ഒന്നുകൂടി നവീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് നന്നായി നടന്നാൽ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ അവർക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഒരിടമായി ആ ഇടം മാറും. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വർഷത്തിൻ്റെ ഏതാണ്ട് പകുതിയോട് അടുക്കുകയാണ്. മാർച്ച് മാസം കഴിഞ്ഞ് 3-4 മാസം 5 മാസം പിന്നിട്ടുമ്പോഴും 1 രൂപയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നമുക്ക് ഫണ്ടായി അനുവദിച്ചിട്ടില്ല എന്നതും, അതുപോലെ തന്നെ പദ്ധതി ഇപ്പോഴും അതിൻ്റെ DPC അംഗീകാരവും എല്ലാം വാങ്ങി വർക്കുകൾ തയ്യാറായി വരേണ്ടുന്ന സമയം ഇപ്പോഴും അതിക്രമിച്ച് ഇരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് മുമ്പോട്ട് പോകാൻ വലിയ പ്രതിസന്ധിയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ, പഞ്ചായത്ത് ഭരണ സംവിധാനവും ഒക്കെ നേരിടുന്നത് എന്നതുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഫണ്ടെല്ലാം വന്നാൽ ആ മുറയ്ക്ക് നമ്മളിതിൻ്റെ പണി നന്നായി പൂർത്തിയാക്കി എല്ലാ ആളുകൾക്കും നന്നായി ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ ആ വയോജന പാർക്കിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും തുടർന്നും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം നടത്തും എന്നുകൂടി അറിയിക്കുകയാണ്.